ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിപ്പിഡ് മെറ്റബോളിസത്തിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ലിപ്പിഡ്സ്? ഫാറ്റ് അല്ലേ. അപ്പോൾ ധാരാളം ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഡെയിലി കഴിക്കുന്നവരാണ്. നമ്മൾ ഒട്ടും തന്നെ ആരോഗ്യം നോക്കാറില്ല കുറേ പേര്. അപ്പോൾ ഈ ഫാറ്റ് എന്താണ് പറയുന്നത്? ഫാറ്റ് പറയുന്നത് വിത്ത് വാട്ടർ ഐ സീ ടച്ച് മീ നോട്ട്, ടു ദ ടങ് ഐ ആം ടേസ്റ്റ്ഫുൾ, വിത്തിൻ ലിമിറ്റ്സ് ഐ ആം ഡ്യൂട്ടിഫുൾ, ഇൻ എക്സസ് ഐ ആം ഡേഞ്ചറസ്. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഫാറ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഫാറ്റിന് ഹൈഡ്രോഫോബിക് ആണ്. മോസ്റ്റ് ഓഫ് ദ ഫാറ്റ്സ് എല്ലാം തന്നെ ഹൈഡ്രോഫോബിക് ആണ്. അപ്പോൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളവും എണ്ണയും തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ഫാറ്റ് വിത്ത് വാട്ടർ ഐ സീ ടച്ച് മീ നോട്ട്. അപ്പോൾ അവർ മോസ്റ്റ് ഓഫ് ദ ഫാറ്റ് എന്ന് പറയുന്നത് തന്നെ ഹൈഡ്രോഫോബിക് ആണ്. ടു ദ ടങ് ഐ ആം ടേസ്റ്റ്ഫുൾ. ഓക്കെ, ടു ദ ടങ് ഐ ആം ടേസ്റ്റ്ഫുൾ. നമുക്കറിയാം ലിപ്പിഡ്സ് കണ്ടൻറ്റ് ഉള്ള ധാരാളം ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്, ഡെയിലി കഴിക്കുന്നവരാണ്. അതിനൊക്കെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. വിത്തിൻ ലിമിറ്റ്സ് ഐ ആം ഡ്യൂട്ടിഫുൾ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് ഫാറ്റ് കഴിക്കുവാണെങ്കിൽ, നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കണ്ടൻറ്റ് ആവശ്യമുണ്ട്. ഓരോ ബോഡിയുടെ ഫങ്ഷൻസും സ്ട്രക്ചറും മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ലിപ്പിഡ്സ് അത്യാവശ്യമാണ്. ഓക്കെ, അത് വിത്തിൻ ലിമിറ്റ് വേണം നമ്മളെപ്പോഴും കഴിക്കാനായിട്ട്. പക്ഷേ എക്സസ് ആയിട്ട് കഴിക്കുകയാണെങ്കിലാണ് നമുക്ക് ഒബീസിറ്റി വരാറ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറെ കുറേ കാർഡിയക് പ്രോബ്ലംസും എത്തറോസ്ക്ലിറോസിസും അങ്ങനെ ഇഷ്ടം പോലെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് നമുക്ക് രോഗങ്ങൾ വരാം. സോ ഇൻ എക്സസ് ഐ ആം ഡേഞ്ചറസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ കമ്മിങ് ഓൺ ടു ലിപ്പിഡ് മെറ്റബോളിസം. അപ്പോൾ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക. ലിപ്പിഡ് മെറ്റബോളിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ലിപ്പിഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലിപ്പിഡ് മെറ്റബോളിസം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ സെക്കൻഡ് പാർട്ടിൽ. ഓക്കെ, അപ്പോൾ ശ്രദ്ധയോടിരിക്കുക. കമ്മിങ് ഓൺ ടു ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ്സ്. അപ്പോൾ ആദ്യം തന്നെ ഈ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ, അതായത് ഫാറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്താ? ഫാറ്റി ആസിഡ്സ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ബയോകെമിസ്ട്രിയുടെ ഫസ്റ്റ് പോർഷനിൽ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രോട്ടീൻസിൻ്റെ ബേസിക് യൂണിറ്റ് എന്താ? അമിനോ ആസിഡ്സ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അതുപോലെ തന്നെ ഗ്ലൂക്കോസ്. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ്സ് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ലിപ്പിഡ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് സിമ്പിൾ ആയിട്ടുള്ള ലിപ്പിഡ്സ്, കോംപ്ലെക്സ് ആയിട്ടുള്ള ലിപ്പിഡ്സ്, ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ലിപ്പിഡ്സ്, അതുപോലെ തന്നെ മിസ്ലേനിയസ്. അപ്പോൾ എന്താണ് സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദേ ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഗ്ലിസറോൾ. ഏതെങ്കിലും ഒരു ആൽക്കഹോളായിട്ട് ഫാറ്റി ആസിഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ വരുന്നതാണ് സിമ്പിളായിട്ടുള്ള ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ ഫാറ്റിന് നമ്മൾ വെട്ടിമുറിച്ച് നോക്കുകയാണെങ്കിൽ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? ഫാറ്റി ആസിഡ്സ് കിട്ടും. അപ്പോൾ ബേസിക് യൂണിറ്റ് ഓഫ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഫാറ്റും ഓയിലൊക്കെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന സെക്കൻഡ് തിങ് ആണ് വാക്സസ്. അപ്പോൾ വാക്സസ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് തന്നെ, പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് ഗ്ലിസറോൾ അല്ല. ഓക്കെ, അതർ ആൽക്കഹോൾസ് അതർ ദാൻ ഗ്ലിസറോൾ അല്ലാണ്ട് ബാക്കി വരുന്ന ആൽക്കഹോൾസ് ഈ ഫാറ്റി ആസിഡ്സ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് വരുന്ന എസ്റ്ററാണ് വാക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, വെറാസ് ഇൻ ഫാറ്റിലും ഓയിലും ഗ്ലിസറോൾ ആയിട്ടാണ് അവർ എസ്റ്റർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി കോംപ്ലെക്സ് ആയിട്ടുള്ള ലിപ്പിഡ്സ് എന്താണ്? കോംപ്ലെക്സ് ആയിട്ടുള്ള ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ ആൽക്കഹോൾ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് ആണ് അഡീഷണൽ ആയിട്ട് വരുന്ന കോമ്പൗണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോലിപ്പിഡ്സ്. ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് എക്സ്ട്രാ ആയിട്ട് അവരുമായിട്ട് ജോയിൻ ചെയ്ത് വരുവാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോലിപ്പിഡ്സ്. അതുപോലെ തന്നെ പ്രോട്ടീൻ അവരുമായിട്ട് എക്സ്ട്രാ കണ്ടൻറ്റ് ജോയിൻ ചെയ്ത് വരുവാണെങ്കിൽ അവർ വിളിക്കുന്ന പേരാണ് ലിപ്പോപ്രോട്ടീൻസ്. അതുപോലെ തന്നെ അതർ കോംപ്ലെക്സ് ആയിട്ടുള്ള ലിപ്പിഡുകൾ. അതർ കോംപ്ലെക്സ് ലിപ്പിഡ്സിൽ വരുന്നതാണ് സൾഫൈഡിൻ്റെ കോമ്പൗണ്ട് വരികയാണെങ്കിൽ സൾഫോലിപ്പിഡ്സ്, അമിനോലിപ്പിഡ്സ്, ലിപ്പോപോളിസാക്കറൈഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ സിമ്പിൾ ലിപ്പിഡ്സിനും അതുപോലെ തന്നെ കോംപ്ലെക്സ് ആയിട്ടുള്ള ലിപ്പിഡ്സിന് ഡിറൈവ് ചെയ്ത് വരുന്നവരെയാണ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ വരുന്നവരാണ് ഗ്ലിസറോൾസ്, ഫാറ്റിക് ആസിഡ്സിൻ്റെ തന്നെ വേറെ ഫോംസ്, മോണോ ആൻഡ് ഡൈ അസൈൽ ഗ്ലിസറോൾസ്, അതുപോലെ തന്നെ വൈറ്റമിൻസ്, സ്റ്റീറോയിഡ്സ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കാണുന്ന സ്റ്റീറോയിഡ് ഹോർമോൺസ് എല്ലാം തന്നെ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ലിപ്പിഡ്സ് ആണ്. അതുപോലെ തന്നെ വരുന്നതാണ് ചില ഹൈഡ്രോ കാർബൺസും കീറ്റോൺ ബോഡീസും. പിന്നെ ഇതിലൊന്നും പെടാത്തവരാണ് മിസ്സലേനിയസ് എന്ന് പറയുന്നത്. സിമ്പിളും അല്ല, കോംപ്ലെക്സും അല്ല, ഡിറൈവ്ഡും അല്ല. അപ്പോൾ ഈ മിസ്സലേനിയസ് ഏതൊക്കെയാണ്? കെറോട്ടനോയിഡ്സ്, സ്ക്വെയിൽ, അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ് സജസ് പെൻറ്റാക്കോസിൻ, ബീസ് വാക്സിൽ കാണുന്ന ടെർപ്പീൻസ്, ഇതൊക്കെയാണ് മിസ്സലേനിയസ്. അപ്പോൾ അതത്ര സ്ട്രെസ് കൊടുത്ത് പഠിക്കണമെന്നില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് MCQ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് സിമ്പിൾ, കോംപ്ലെക്സ്, ഡിറൈവ്ഡ് ഓർത്തിരിക്കണം.
അതുപോലെ തന്നെ സിമ്പിളിന് വരുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണ്, കോംപ്ലക്സിന് വരുന്നത് ഏതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ, ഫാറ്റ്, ഓയിൽസ് ആൻഡ് വാക്സസ് ആണ്. ഫാറ്റും ഓയിൽ എന്ന് പറയുമ്പോൾ ഫാറ്റ് എന്ന് പറയുന്നത് സോളിഡ് ഫോം ആയിട്ടുള്ള ലിപ്പിഡാണ്, വെറസ് ഓയിൽ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോം ആയിട്ടുള്ള ലിപ്പിഡാണ്. അപ്പോൾ ഫാറ്റും ഓയിലും സിമ്പിളായിട്ടുള്ള ലിപ്പിഡ്സ് ആണ്. ഫാറ്റും ഓയിലും എന്ന് പറഞ്ഞാൽ അപ്പോൾ ബേസിക് യൂണിറ്റ് എന്താ, ഒരു ഫാറ്റി ആസിഡ് ഉണ്ട്, ഗ്ലിസറോൾ എന്ന് പറഞ്ഞ ആൽക്കഹോൾ ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന എസ്റ്ററാണ് ഫാറ്റും ഓയിലും. ഒന്ന് സോളിഡ് ഫോമിലാണ്, ഒന്ന് ലിക്വിഡ് ഫോമിലാണ്. സോളിഡ് ഫോം ആണെങ്കിൽ ഫാറ്റ്, ലിക്വിഡ് ഫോം ആണെങ്കിൽ ഓയിൽ. ഓക്കെ, വാക്സസ് എന്താണ്, ഗ്ലിസറോൾ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ആൽക്കഹോളായിട്ട് ഈ ഫാറ്റി ആസിഡ് എസ്റ്റർ ഫോം ചെയ്യുവാണെങ്കിൽ അതിനെ വാക്സസ് എന്ന് വിളിക്കും. കോംപ്ലക്സ് എന്താണ്, കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഈ ഫാറ്റി ആസിഡ് ഉണ്ടാവും, ആൽക്കഹോൾ ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും കൂടെ വരും. ഇപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് വരികയാണെങ്കിൽ അത് ഫോസ്ഫോലിപ്പിഡ്. അതിന് എക്സാമ്പിളാണ് സ്പിഞ്ചോമൈലിൻ. ഓക്കെ, സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡ്. ഓക്കെ, എക്സാമ്പിൾ സ്പിഞ്ചോമൈലിൻ. ഗ്ലൈക്കോലിപ്പിഡ്, അപ്പോൾ ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് ജോയിൻ ചെയ്ത് വരുമ്പോഴാണ് ഗ്ലൈക്കോലിപ്പിഡ് വരിക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സെറിബ്രോസ്പൈറ്റ്സ്, ഗാംഗ്ലിയോസ്പൈറ്റ്സ് ഒക്കെ, അതൊക്കെ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ലിപ്പോപ്രോട്ടീൻസ്, അതർ കോംപ്ലക്സ് ലിപ്പിഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കമ്മിങ് ഓൺ ടു ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ്. അപ്പോൾ എന്താണ് ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, എന്തൊക്കെ ജോലിയാണ് ഇവർ ചെയ്യുന്നത്? അവർ നമ്മുടെ ബോഡിയിൽ എനർജി സ്റ്റോർ ചെയ്യുന്നവരാണ്, അല്ലേ, ഫ്യൂവൽ റിസർവ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്, ഫാറ്റ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ അവരെന്താണ് ആക്ച്വലി ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് മാതിരിയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് മാതിരിയാണ് നമുക്ക് ലിപ്പിഡ്സ് വർക്ക് ചെയ്യുന്നത്, ഫാറ്റ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ സേവിങ്സ് അക്കൗണ്ട് ആരാണ്, ഗ്ലിസറോൾ. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോജനാണ് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടായിട്ട് വരുന്നത്, ഗ്ലൈക്കോജൻ. അപ്പോൾ നമ്മുടെ ബോഡി ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കും, ഭക്ഷണം കഴിക്കും, എന്ത് കഴിച്ചാലും ഗ്ലൈക്കോജനായിട്ടും അതുപോലെ തന്നെ ഫാറ്റുമായിട്ടും സ്റ്റോർ ആവും. അപ്പോൾ ഫാറ്റ്, അതായത് ലിപ്പിഡ്സ് ആണ് ഫ്യൂവൽ റിസർവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അത് ആവശ്യത്തിനേ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഓരോ രോഗങ്ങൾ വരും. ഇനി ഇതുപോലെ തന്നെ ഈ ലിപ്പിഡ്സ് ഓരോ നമ്മുടെ ബോഡിയിൽ ഓരോ മെംബ്രെയിൻസിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യാൻ, അതുപോലെ തന്നെ മെംബ്രെയിൻ പെർമിബിലിറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ആ പടം നോക്കുക നിങ്ങൾ, ആ പിക്ചർ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫോസ്ഫോലിപ്പിഡ്സ് കാണാം, അല്ലേ. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, കൊളസ്ട്രോൾ കൊടുത്തിട്ടുണ്ട് ആ ബ്രൗൺ കളറിൽ, അതുപോലെ തന്നെ പെരിഫറൽ പ്രോട്ടീൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഫോസ്ഫോലിപ്പിഡ്സ് കാണാം, കൊളസ്ട്രോളും കാണാം. ഈ ഫോസ്ഫോലിപ്പിഡ്സ് ആർ ആക്ച്വലി ആക്ടിങ് ആസ് ആ മെംബ്രെയിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ഇപ്പോൾ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിന് ചുറ്റുമതിലുണ്ടാവും, അല്ലേ. അപ്പോൾ ആ ചുറ്റുമതിലാണ്, അതിനകത്തേക്ക് ആരെങ്കിലും കയറണോ വേണ്ടേ, അതുപോലെ ഒരു ഗേറ്റ് പോലെ വർക്ക് ചെയ്യുന്നവരാണ് ഈ ഫോസ്ഫോലിപ്പിഡ്സ്. അപ്പോൾ ആരൊക്കെ കടത്തി വിടണം, ആരൊന്നും കടത്തി വിടണ്ട എന്ന് കൺട്രോൾ ചെയ്യുന്നവരാണ് ഈ ഫോസ്ഫോലിപ്പിഡ്സ്. ഓക്കെ, ഒരു വാച്ച്മാൻ്റെ പോലെ. ഓക്കെ, അപ്പോൾ ആ സ്ട്രക്ചർ ഒക്കെ ഫോം ചെയ്യാനായിട്ട് ആരാ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ലിപ്പിഡ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് എക്സാമ്പിൾ ആരാ, ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഫോം ചെയ്യുക ഫ്രം ദ ഫാറ്റ് ലിപ്പിഡ്സ് എന്ന് തന്നെയാണ്, വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. പിന്നെ മെറ്റബോളിക് റെഗുലേറ്റേഴ്സ്, അതായത് സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഞാൻ പറഞ്ഞു സ്റ്റിറോയിഡ്സ് ഉണ്ടാവും, ഡിറൈവ്ഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ് ആണ് അവർ. സ്റ്റിറോയിഡ് ഹോർമോൺസ്, അതുപോലെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസിനും ചുറ്റിനും ഒരു ലിപ്പിഡ് ലെയർ ഉണ്ടെന്നാണ് പറയണത്. കാരണം വെച്ചാൽ എല്ലാ ഓർഗൻസിനെയും എന്തെങ്കിലും ഷോക്ക് അബ്സോർബൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സഡൻ ഹിറ്റ് സംഭവിച്ചു നമ്മുടെ ബോഡിക്ക്, അപ്പോൾ ഈ ഷോക്ക് അബ്സോർബറായിട്ടാണ് ഈ ലിപ്പിഡ്സ് എല്ലാം നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അവർ ഫ്യൂവൽ റിസർവ് ആണ്, അവർ മെംബ്രെയിൻ സ്ട്രക്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മെറ്റബോളിക് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് ആണ്, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റിംഗ് ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. കമ്മിങ് ഓൺ ടു ഫാറ്റി ആസിഡ്സ്. അപ്പോൾ ഈ ഫാറ്റി ആസിഡ്സ് ആണ് ബേസിക് യൂണിറ്റ് ഓഫ് ലിപ്പിഡ്സ് ഞാൻ പറഞ്ഞു, അല്ലേ. അപ്പോൾ ഇനി ഇവരുടെ സ്ട്രക്ചർ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ആ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിക്ചർ, റൈറ്റ് സൈഡിൽ ഫാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫാറ്റ് ഹൈഡ്രൈസ് ആയി കഴിഞ്ഞാൽ, അതായത് അതിനെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യുന്നത്, ഗ്ലിസറോളും ഫാറ്റി ആസിഡും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫാറ്റ്, അതായത് ഓയിൽ ആയിക്കോട്ടെ, വാക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഏത് ഫാറ്റും ആയിക്കോട്ടെ, ഏത് ലിപ്പിഡും ആയിക്കോട്ടെ, അതിന് നമ്മൾ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആൽക്കഹോൾ ഉണ്ട്, അത് ഗ്ലിസറോളാണ്. പിന്നെ ഫാറ്റി ആസിഡ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ആസിഡ്സിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ, RCOOH എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കി, അതേ RCOOH തന്നെയാണ് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ 3 ഡയമെൻഷനലായിട്ടുള്ള അവരുടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാർബൺ ആറ്റം കാണാം, അതിനോട് ജോയിൻ ചെയ്തിട്ട് ഓക്സിജൻ ആറ്റം കാണാം, പിന്നെ ഒരു R ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രോ കാർബൺ ഉണ്ട്, അല്ലേ. അപ്പോൾ ഇതാണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലിപ്പിഡ് എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡ്സ് ആണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്.
ഇനി ഫാറ്റി ആസിഡ്സിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം, ഈവൺ ചെയിനും ഓഡ് ചെയിനും. അപ്പോൾ എന്താണ് ഈവൺ, എന്താണ് ഓഡ്? അപ്പോൾ ആ റൈറ്റ് സൈഡിൽ പിക്ചർ നോക്കാം നിങ്ങൾ. ഒരു ഫാറ്റി ആസിഡ്, ആ ഫാറ്റി ആസിഡിൽ എത്ര കാർബൺ ആറ്റം വരുന്നുണ്ട്, ആ കാർബണിൻ്റെ നമ്പറാണ് നോക്കുന്നത്. ഓക്കെ, ആ നമ്പർ ഈവൺ നമ്പർ ആണെങ്കിൽ അവരെ ഈവൺ ഫാറ്റി ആസിഡ് എന്ന് വിളിക്കും. എന്നാൽ ഓഡ് നമ്പറാണ് വരുന്നെങ്കിൽ, അപ്പോൾ അവസാനത്തെ പിക്ചർ നോക്കുക, തേർഡ് വൺ, അവിടെ 1, 2, 3 കാർബൺ ആറ്റല്ലേ ഉള്ളൂ. അപ്പോൾ അത് പ്രൊപ്യോണിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ അത് ഓഡായിട്ടുള്ള ഫാറ്റി ആസിഡാണ്. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ളത് പാൽമിറ്റിക് ആസിഡിൻ്റെയാണ്. അത് 16 കാർബൺ ആറ്റം അതിനകത്ത് എണ്ണി നോക്കി കാണാം, 16 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസ്ഡ് അപ്പോൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം അനുസരിച്ച് നമുക്ക് ഈവൺ ഫാറ്റി ആസിഡ് എന്നും ഓഡ് ഫാറ്റി ആസിഡ് എന്നും നമുക്ക് തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ് നമ്മൾ ഈവണും ഓഡുമായിട്ട് തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടില്ലേ ഇപ്പോൾ? കമ്മിങ് ഓൺ ടു സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ്. അപ്പോൾ ഓഡും ഈവണും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു നമ്മൾ. കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് ഓഡും ഈവണും പറയുന്നത്. സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നോക്കേണ്ടത്, ആ പിക്ചർ നോക്കുക, അവിടെ ഞാൻ റെഡ് കളറിൽ ഡബിൾ ബോണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡിൽ, അപ്പോൾ എവിടെയെങ്കിലും കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ അവരെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ സിംഗിൾ ബോണ്ടാണ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, അവരെ മുഴുവൻ സാച്ചുറേറ്റഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ എത്ര നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ഉണ്ട് അതിൻ്റെ ബേസിൽ നമുക്ക് 1 ഡബിൾ ബോണ്ട് ഉള്ളവരെ മോണോ അൺസാച്ചുറേറ്റഡ് എന്നും 2 or more ഉള്ളവരെ പോളി അൺസാച്ചുറേറ്റഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. കാരണം MCQയിൽ ചോദിക്കുന്നത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് എന്താണ്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവില്ല. അപ്പോൾ ഈ പിക്ചർ ഓർത്ത് വയ്ക്കുക, പിക്ചർ ഓറിയൻറ്റ് ചെയ്ത് നിങ്ങൾ നല്ലോണം റിവൈസ് ചെയ്യുക ഈ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, കമ്മിങ് ഓൺ ടു എസെൻഷ്യൽ ആൻഡ് സെമി എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ എന്നൊക്കെ പറയുന്ന ഫാറ്റി ആസിഡ്സ്. അപ്പോൾ നമ്മൾ അമിനോ ആസിഡ് പഠിച്ചവർക്ക് അറിയാം, അമിനോ ആസിഡ് വീഡിയോയിൽ നമ്മൾ എസെൻഷ്യൽ, സെമി എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പഠിച്ചു. അപ്പോൾ എന്താണ് എസെൻഷ്യൽ? എസെൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് സ്വന്തം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് കഴിക്കണം, അല്ലേ? പുറത്തുനിന്ന് കഴിക്കുന്ന ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അവരെയാണ് എസെൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ദാറ്റ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ഹ്യൂമൻ ബോഡി, നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ ഫാറ്റി ആസിഡ് കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ് വാട്ട് ആർ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. അതുപോലെ തന്നെ എക്സാമ്പിൾസ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിൾ ഓർത്തിരിക്കേണ്ടത് ആ ടെർമിനോളജി തന്നെയാണ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ആ ക്വസ്റ്റ്യനിൽ തന്നെ അപ്പോൾ AL² എന്നാണ് ഞാനവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണുള്ളത്, 3 പേരാണ് മെയിനായിട്ട്. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. A സ്റ്റാൻഡ്സ് ഫോർ എറാക്കൈഡോണിക് ആസിഡ്. അപ്പോൾ എറാക്കൈഡോണിക് ആസിഡിന് നമുക്ക് എസെൻഷ്യൽ എന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അവർ സെമി എസെൻഷ്യലാണ്, അതുകൊണ്ടാണ് അവർ ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എസെൻഷ്യലിൽ ആദ്യം വരുന്നത് A സ്റ്റാൻഡ്സ് ഫോർ സെമി എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡാണ്, അതാണ് എറാക്കൈഡോണിക് ആസിഡ്. ഓക്കെ, തെറ്റിക്കരുത്, എറാക്കൈഡോണിക് ആസിഡ് സെമി എസെൻഷ്യൽ. അതെന്തുകൊണ്ടാണ് സെമി എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉണ്ടാക്കുന്നത്, ഓക്കെ, അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്കൊരു പ്രീകേഴ്സർ ഉണ്ട്, ഒരു മുന്നേ അവരിൽ നിന്ന് ലിനോലിക് ആസിഡാണ് അവരുടെ പ്രിക്കേഴ്സറായിട്ട് വരുന്നത്. അപ്പോൾ ലിനോലിക് ആസിഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്. അപ്പോൾ അവരെ കഴിച്ചാൽ മാത്രമേ ഈ ലിനോലിക് ആസിഡിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് എറാക്കൈഡോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലിനോലിക് ആസിഡ് കഴിക്കാത്ത ഒരാൾക്ക് എറാക്കൈഡോണിക് ആസിഡും എസെൻഷ്യൽ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പ്രോപ്പർ ആയിട്ടുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്, ഒന്ന് ലിനോലീക്കും ഒന്ന് ലിനോലെനിക് ആസിഡും, 2 വേറെ വേറെയാണ് കേട്ടോ. അപ്പോൾ തെറ്റിക്കരുത്, MCQയിൽ ജസ്റ്റ് ഓപ്ഷൻസ് കൊടുക്കുക ചെയ്യുക. അപ്പോൾ എസെൻഷ്യലിൽ തന്നെ ആ ടേമിൽ തന്നെ എല്ല് വെച്ചിട്ടുള്ളവരാണ് എസെൻഷ്യൽ വരുന്നത്. ഓക്കെ, മെയിനായിട്ട് ലിനോലീക്കും ലിനോലെനിക്കും. ഓക്കെ, ഫാറ്റി ആസിഡ്സ്. സെമി എസെൻഷ്യലാണ് എറാക്കൈഡോണിക് ആസിഡ്. അതെന്തുകൊണ്ടാണ് സെമി എസെൻഷ്യൽ? ബിക്കോസ് ലിനോലീക് ആസിഡ്, അതിൽ നിന്നാണ് നമുക്ക് എറാക്കൈഡോണിക് ആസിഡ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് സെമി എസെൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് വെച്ചാൽ, അവരാണ് നമ്മുടെ ബോഡിയിൽ, ഇപ്പോൾ ഞാൻ ഫാറ്റി ആസിഡിൻ്റെ ഫങ്ഷൻസ് ഞാൻ പറഞ്ഞു ജനറലായിട്ട്. അപ്പോൾ ആ ജനറൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡിൽ ഞാൻ പറഞ്ഞു മെംബ്രെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ ഫംഗ്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ഒക്കെ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഈസ് എ ഫാറ്റി ആസിഡാണ്. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ട്രാൻസ്പോർട്ടിന്, ഫോർമേഷൻ ഓഫ് ലിപ്പോ പ്രോട്ടീൻസിന്, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഇതിനൊക്കെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി ഈ എസെൻഷ്യൽ ആയിട്ടുള്ള അതായത് ലിനോലീക്കും ലിനോലിനിക് ആസിഡ്സും ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഡിസീസാണ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് പിക്ചർ. അതാണ് എന്ത്, പൈർനോഡെർമ എന്നാണ് അതിന് വിളിക്കുന്നത്. ഓക്കെ, പൈർനോഡെർമ. അപ്പോൾ എന്താണ് ഈ പൈർനോഡെർമ എന്ന് പറയുന്നത്? നമ്മുടെ കാലിലും കയ്യിലും പുറത്തൊക്കെ ബാക്കിലൊക്കെ ബട്ടക്സിലൊക്കെ ഈ ഇങ്ങനത്തെ ഹോണി ഇറപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഹോണി ഇറപ്ഷൻസ്, ഇങ്ങനെ മുള്ളു പോലെ പ്രൊജക്ഷൻസ് ഉണ്ടാവും. അതിനാണ് ടോഡ് സ്കിൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ടോഡ് സ്കിന്ന് പോലെ അവിടെ പൈർനോഡെർമയിൽ ഇങ്ങനെ ഹോണി പ്രൊജക്ഷൻസ് ഉണ്ടാവും. അവിടെ മുടി ഉണ്ടാവില്ല, ലോസ് ഓഫ് ഹെയർ ഉണ്ടാവും. അതുപോലെ തന്നെ പുവർ ആയിട്ടുള്ള വൂണ്ട് ഹീലിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീലിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസിൻ്റെ കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, പൈർനോഡെർമ ഉണ്ടാവുന്നത്. ഓക്കെ, ഓർ ടോഡ് സ്കിൻ, ലോസ് ഓഫ് ഹെയർ ആൻഡ് പുവർ വൂണ്ട് ഹീലിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്. ഓക്കെ, അപ്പോൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഏതൊക്കെയാണ്? ലിനോലീക്കും ലിനോലിനിക്കും. സെമി എസെൻഷ്യൽ ഏതാണ്? അറാക്കൈഡോണിക് ആസിഡ്. അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ് പൈർനോഡെർമ. ഓക്കെ, ഇനി നമ്മൾ ഈ ലിപ്പിഡ്സിൻ്റെ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പഠിച്ചിരുന്നു, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ്സ് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലിപ്പിഡ്സ് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, ഡിറൈവ്ഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലിപ്പിഡ്സിലാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഫാറ്റും ഓയിലും വാക്സസും. കോംപ്ലക്സിലാണ് നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, ലിപ്പോപ്രോട്ടീൻസ് ഒക്കെ പറഞ്ഞത്. ഡിറൈവ്ഡിലാണ് നമ്മൾ സ്റ്റിറോയിഡ്സ് ഒക്കെ പഠിപ്പിച്ചത്. സ്റ്റിറോയിഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചത്, കൊളസ്ട്രോൾ, സ്റ്റിറോയിഡ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഓരോ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ലിപ്പിഡാണ് നമുക്ക് വരുന്നത് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് അല്ലേ, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. അപ്പോൾ അതാണ് ട്രൈ എസൈൽ ഗ്ലിസറോൾസ് എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താ, ഈ ഫാറ്റ്സും ഓയിൽസും എന്താ, എവിടെ നിന്നാണ് ആക്ച്വലി ദേ ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും എസ്റ്റർ ഫോർമേഷനാണ് അവിടെ നടക്കുന്നത് അല്ലേ. അപ്പോൾ അവരെന്താണ് ആക്ച്വലി, അപ്പം ഞാൻ ആദ്യമേ കൊടുത്ത പിക്ചറാണത്, ഒരു ഫാറ്റിൻ്റെ, അതാണ് നമ്മുടെ ട്രൈ എസൈൽ ഗ്ലിസറോൾ. ഇറ്റ് ഈസ് ആക്ച്വലി കോമ്പിനേഷൻ എസ്റ്റർ ഓഫ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് ആണ്. ആ പിക്ചറിൽ നോക്കുക നിങ്ങൾ, ഗ്ലിസറോൾ ഉണ്ട്, ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പോൾ ഫാറ്റി ആസിഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ പെർട്ടിക്കുലർ ഫാറ്റ്, അതാണ് ട്രൈ എസൈൽ ഗ്ലിസറോൾ. ഓക്കെ, അപ്പോൾ ഈ ട്രൈ എസൈൽ ഗ്ലിസറോൾ ആക്ച്വലി എന്താണ്, ഫ്യൂവൽ റിസർവ് ഓഫ് ദ ആനിമൽസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആവുന്ന ഫ്യൂവൽ റിസർവ് ആയിട്ടാണ് ഈ ട്രൈ എസൈൽ ഗ്ലിസറോൾസ് വർക്ക് ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് സോളിഡ് ഫോം ഉണ്ട്, ലിക്വിഡ് ഫോം ഉണ്ട്. സോളിഡ് ഏതാണ്, ഫാറ്റ്, ലിക്വിഡാണ് ഓയിൽസ്. ഓക്കെ, ഇനി എന്താണ് ഇവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഇവരെ നമ്മൾ ഹൈഡ്രലൈസ് ചെയ്താൽ, അപ്പോൾ ഹൈഡ്രലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ട്രൈ എസൈൽ ഗ്ലിസറോൾസ്, അതായത് നമ്മുടെ ഈ ഫാറ്റിനെയും ഓയിലിനെയും പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമുക്ക് ഗ്ലിസറോളും ഫാറ്റി ആസിഡും കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് MCQയിൽ ഇമ്പോർട്ടൻറ്റ്, സാപ്പോണിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ് +2ൽ. സാപ്പോണിഫിക്കേഷൻ എന്താണ്? ഓക്കെ, സാപ്പോണിഫിക്കേഷൻ ഇസ് ആക്ച്വലി ഹൈഡ്രോളിസിസ് ബൈ ആൽക്കലിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫാറ്റിനെ ട്രൈസൈൽ ഗ്ലിസറോളിനെ പൊട്ടിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്, ഒരു ആൽക്കലി വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. ആ ആൽക്കലിയാണ് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH അവിടെ കൊടുത്തിട്ടുണ്ട്, ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫാറ്റിനെ നമ്മുടെ ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് നമ്മളതിനെ പൊട്ടിച്ച് ഹൈഡ്രലൈസ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ ഗ്ലിസറോളും കിട്ടും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുക ഒരു സോപ്പാണ് ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സാപ്പോണിഫിക്കേഷൻ ആക്ച്വലി നമ്മുടെ ക്രൂഡ് സോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. നമ്മൾ +2ലും ധാരാളം നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റാണ് സാപ്പോണിഫിക്കേഷൻ. ഓക്കെ, സോപ്പ് ഉണ്ടാക്കുന്ന എക്സ്പെരിമെൻ്റൊക്കെ ഞാൻ +2ൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ടീച്ചർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സാപ്പോണിഫിക്കേഷൻ ചെയ്ത് സോപ്പ് ഉണ്ടാക്കുക. അതിൻ്റെ ഉള്ളിൽ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും നമ്മൾ. എന്താ, ചിലപ്പോൾ ഓറഞ്ചിൻ്റെ ഇത് അല്ലെങ്കിൽ ലെമൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഓറഞ്ച് കളറുള്ള സോപ്പ്, ലെമൻ്റെ ഫ്ലേവറുള്ള സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കെമിസ്ട്രി ടീച്ചർ ഞങ്ങളെ കൂടെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, മേഴ്സലിൻ മിസ്. അപ്പോൾ അതാണ് ആക്ച്വലി സാപ്പോണിഫിക്കേഷൻ. അപ്പോൾ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ട്രൈ എസൈൽ ഗ്ലിസറോളിൻ്റെ, അതായത് നമ്മുടെ ഫാറ്റിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് അത് ഹൈഡ്രോളൈസ് നടന്ന് ഗ്ലിസറോളും സോപ്പും ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ സോപ്പ്, ആ റൈറ്റിംഗ് ആക്ച്വലി RCOONA അവിടെയാണ് വരേണ്ടത്. ഓക്കെ, അത് ആ പ്രിൻറ്റിങ്ങിൻ്റെ ആ പ്രശ്നമാണ്, ടൈപ്പിങ്ങിൻ്റെ പ്രോബ്ലം കേട്ടോ. അപ്പോൾ ട്രൈസൈൽ ഗ്ലിസറോൾ NaOH, ഗ്ലിസറോൾ +3 RCOONA ഈസ് ആക്ച്വലി സോപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് സാപ്പോണിഫിക്കേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്, അതാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞത്. ഇനി ലാസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റാൻസിഡിറ്റി.
റാൻസിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫാറ്റും ഓയിൽ, ഇപ്പോൾ എണ്ണയൊക്കെ കുറേ നാൾ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാശമായിപ്പോവും, അത് കാറിപ്പോവാന്ന് പറയും നമ്മൾ. അപ്പോൾ എണ്ണയൊക്കെ കാറിപ്പോവും, ഒരു പൊട്ട മണം വരും. പിന്നെ നമുക്കത് തലയിൽ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കറിക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെയാണ് ഫാറ്റും. കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓക്സിഡൈസ്ഡ് ആയിട്ട് അത് നാശമായിപ്പോവും. ഓക്കെ, ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട്. അപ്പോൾ അതിന് നാശമായി പോകുന്നതിനെയാണ് റാൻസിഡിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിറ്റോറേഷൻ ഓഫ് ഫാറ്റ് ആൻഡ് ഓയിൽ റിസൾട്ടിങ് ഇൻ അൺപ്ലസൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ആ പൊട്ട വെളിച്ചെണ്ണ നമ്മൾ പിന്നെ കറിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കറിക്കൊക്കെ ഭയങ്കര പൊട്ട ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എണ്ണ കാച്ചി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എണ്ണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് യൂസ് ചെയ്യും. നമ്മൾ കുറേ നാൾ എടുത്ത് വെക്കില്ല, എണ്ണ കാറിപ്പോവാന്ന് പറയും. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നവരാണ് ആൻറ്റി ഓക്സിഡൻസ്. ഓക്കെ, അപ്പോൾ ഈ ഓയിലിനെ ആണെങ്കിൽ ഫാറ്റിനെയൊക്കെ നാശമാവുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ് ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ ഈ ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനീസും അതുപോലെ തന്നെ ഫാറ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അതിനുള്ളിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും, ഈ ഓയിലൊന്നും നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ സാധനം, ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും അതിനകത്ത് അവർ ഈ പ്രിസർവേറ്റീവ്, ഈ ഓയിലും ഫാറ്റും നാശമാവാതിരിക്കാൻ ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യും. ആ ആൻറ്റി ഓക്സിഡൻസ് ആണ് പ്രൊപ്പൈൽ ഗാലേറ്റ്, ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സിനസോൾ, ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി ടൊലുവീൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡ് പ്രിസർവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ അതാണ് റാൻസിഡിറ്റി. അപ്പോൾ ഹൈഡ്രോളിസിസ്, സാപ്പോണിഫിക്കേഷൻ, റാൻസിഡിറ്റി, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വാട്ട് ആർ ദ ടെസ്റ്റ് ടു ചെക്ക് ദ പ്യൂരിറ്റി ഓഫ് ഫാറ്റ് ആൻഡ് ഓയിൽ. അപ്പോൾ നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവാൻ പറ്റും. അതൊരു കരിയർ ഓപ്ഷനാണ് കേട്ടോ. BDS കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവാനായിട്ട് പറ്റും. PSC ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ, കഴിഞ്ഞുപോയി, എക്സാമും കഴിഞ്ഞുപോയി. അപ്പോൾ അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ BDS ആണ്. BDS ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറൊക്കെ ആവാൻ പറ്റും. അപ്പോൾ ഇനി ആ ഒരു കരിയർ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് BDS കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിനിക്ക് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ MDS എടുക്കണം എന്നില്ല. ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ടാണ് നമുക്ക് ജോലി കിട്ടുക. അപ്പോൾ അത് ഗവൺമെൻറ് ജോബാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ. അതിൻ്റെ ഇപ്പോഴത്തെ ഈ വർഷത്തെല്ലാം കഴിഞ്ഞു പോയി. ഇനി എപ്പോഴാണ് വിളിക്കുന്നത് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ബേസിക് റിക്വയർമെൻറ്റ് BDS വരാറുണ്ട്. ഓക്കെ, BDSകാർക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് ടെസ്റ്റ് ടു ചെക്ക് ദ പ്യൂരിറ്റി ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. അപ്പോൾ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസറായി, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഐഡിൻ നമ്പർ, അപ്പോൾ ഡിഫറെൻറ്റ് ടെസ്റ്റുകളുണ്ട്. ഐഡിൻ നമ്പർ, സാപ്പോണിഫിക്കേഷൻ നമ്പർ, റിക്കാർഡ് മീസിൽ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, ആസിഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് 4 തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റാണ്. അപ്പോൾ ഞാനാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. ഓക്കെ, അപ്പോൾ ഞാൻ ഫുഡ് സേഫ്റ്റി ഓഫീസറായി ഞാനൊരു കമ്പനിയിൽ പോയി. അപ്പോൾ അവരുണ്ടാക്കുന്ന ഫാറ്റും ഓയിലും, ഇപ്പോൾ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അവിടെ പോയി ഫുഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ഐഡിൻ നമ്പർ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ അവിടെ നോക്കുന്നത്? ഐഡിൻ നമ്പറിൽ ഞാൻ നോക്കുന്നത് എത്ര ഗ്രാംസ് ഓഫ് ഐഡിനാണ് ഈ ഫാറ്റും ഓയിലും അബ്സോർബ് ചെയ്യുന്നതെന്ന്. അതായത് ഈ ഐഡിനെ ഞാൻ എടുത്തിട്ട് ഈ ഓയിലിലേക്ക്, ഉണ്ടാക്കുന്ന ഓയിലിലേക്ക്, അവർ മാനുഫാക്ചർ ചെയ്ത ഓയിലിലേക്ക് ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ നോക്കുന്നത് എത്ര ഗ്രാംസ് ഓഫ് ഐഡിനാണ് ഈ പെർട്ടിക്കുലർ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് അബ്സോർബ് ചെയ്തെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈ ഐഡിൻ നമ്പർ, അത് എത്ര അബ്സോർബ് ചെയ്തു, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കണ്ടൻറ്റ് ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അപ്പോൾ എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്? ഡബിൾ ബോണ്ട് ഉള്ളവരെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമുക്ക് ഭക്ഷണത്തിന് യോഗ്യമായിട്ടുള്ളവരല്ല. ഓക്കെ, നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് പൊട്ടയാണ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ്, അതായത് ഡബിൾ ബോണ്ട് വരുന്ന ഫാറ്റി ആസിഡ്സ്. അപ്പോൾ എത്ര എണ്ണ ഉണ്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ പ്യൂരിറ്റി നോക്കുക. അപ്പോൾ ഈ ചിലർ എന്ത് ചെയ്യും, പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അതിനായിട്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ലോവർ ദ ഐഡിൻ നമ്പർ ലെസ്സർ ഇസ് ദ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ അവർക്ക് അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഡിൻ നമ്പർ. ഐഡിൻ ആഡ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അത് എത്ര അബ്സോർബ് ചെയ്തു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കണ്ടൻറ്റ് ഓഫ് ദ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിക്ക് തീരെ പൊട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അഡൾട്രേറ്റഡ് എന്നാണ് പറയുക. അപ്പോൾ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അതിനകത്ത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ടാവില്ല. ഓക്കെ, ഡബിൾ ബോണ്ട് ഉള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് വേറെ കണ്ടൻറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലോവർ ദ ഐഡിൻ നമ്പർ ലെസ്സർ ഇസ് ദ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ?
കമ്മിങ് ഓൺ ടു നെക്സ്റ്റ് ടെസ്റ്റ്. ഇനി ഞാൻ അതേ ഓയിൽ എടുത്തു. അപ്പോൾ ഒരു ടെസ്റ്റ് ഒന്നും ചെയ്താൽ നമുക്ക് അവരുടെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. 4 ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടെസ്റ്റാണ് സാപ്പോണിഫിക്കേഷൻ നമ്പർ. അപ്പോൾ എന്താണ് സാപ്പോണിഫിക്കേഷൻ? ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനകത്ത് ആൽക്കലിയാണ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, KOH. ഓക്കെ, അപ്പോൾ എത്ര മില്ലിഗ്രാംസ് ഓഫ് KOH ആണ് റിക്വയർഡ് ടു ഹൈഡ്രലൈസ് 1 gram ഓഫ് ഫാറ്റ് ഓർ ഓയിലാണ് നമ്മളവിടെ നോക്കുക, ചെക്ക് ചെയ്യുക. അതാണ് സാപ്പോണിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സാപ്പോണിഫിക്കേഷൻ നമ്പർ ഇസ് എ മെഷർ ഓഫ് ആവറേജ് മോളിക്കുലാർ സൈസ് ഓഫ് ഫാറ്റി ആസിഡ്സ്. അപ്പോൾ എത്ര ആ പെർട്ടിക്കുലർ, ഇപ്പോൾ ഹ്യൂമൻ ഫാറ്റ്, ബട്ടർ, കോക്കനട്ട് ഓയിൽ, അതിനൊക്കെ ഒരു റേഞ്ച് ഉണ്ട്. ഓക്കെ, എത്ര മില്ലിഗ്രാംസ് ഓഫ് KOH ആണ് ഹൈഡ്രലൈസസിന് വേണ്ടിയിട്ട് 1 gram ഓഫ് ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് ഹൈഡ്രലൈസ് ചെയ്യാനായിട്ട് എത്ര വേണം എന്നൊരു നമ്പർ ഉണ്ട്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ മാക്സിമം 250 to 260 പാടുള്ളൂ, ആ റേഞ്ചിലാണ് വരേണ്ടത്. അപ്പോൾ അതിനേക്കാൾ കൂടുതലോ അതിനേക്കാൾ കുറവോ ആണെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ ക്വാളിറ്റി കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ ബട്ടർ. ഓക്കെ, ബട്ടറിനും ഈ ഒരു പെർട്ടിക്കുലർ നമ്പറാണ് വരിക, 230 to 240. അപ്പോൾ ഇതാണ് പെർട്ടിക്കുലർലി നമ്മൾ നോക്കുന്നത് സാപ്പോണിഫിക്കേഷൻ. എത്ര മില്ലിഗ്രാംസ് ഓഫ് KOH ഇസ് റിക്വയർഡ് ടു ഹൈഡ്രലൈസ് 1 gram ഓഫ് ഫാറ്റ് ഓർ ഓയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സാപ്പോണിഫിക്കേഷൻ. അപ്പോൾ സാപ്പോണിഫിക്കേഷനും സാപ്പോണിഫിക്കേഷൻ നമ്പറും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻറ്റ് MCQ ആണ്. കമ്മിങ് ഓൺ ടു നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് റീകാർഡ് മിസൽ നമ്പർ, RM നമ്പർ എന്നാണ് ഞാൻ ഓർത്തിരിക്കാറ്. അത് എസ്പെഷ്യലി യൂസ് ഫോർ ബട്ടറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ബട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ, ഇപ്പോൾ അമൂലിൻ്റെ ബട്ടർ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ അമൂലിൻ്റെ കമ്പനിയിലാണ് ഇപ്രാവശ്യം ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് പോയത്. അപ്പോൾ ബട്ടർ, അവിടുത്തെ ബട്ടർ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് RM നമ്പർ. ഓക്കെ, അപ്പോൾ RM നമ്പർ, ദ നമ്പർ ഓഫ് ml of 0.1 neutral KOH required to completely neutralize soluble volatile fatty acid ആണ്, ഡിസ്റ്റിൽ ഫ്രം 5 grams of fat. അപ്പോൾ ബട്ടർ ഉണ്ടാക്കുന്നത് ഫാറ്റി ആസിഡ് എന്നാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, വോളറ്റൈൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് എന്നാണ്. അപ്പോൾ എത്രത്തോളം KOH ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഇവിടെ 0.1 ന്യൂട്രൽ KOH ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. RM നമ്പർ മെയിൻലി, ഓക്കെ, റീകാർഡ് മീസൽ നമ്പർ മെയിൻലി യൂസ് ഫോർ പ്യൂരിറ്റി ഓഫ് ബട്ടറിന് വേണ്ടിയിട്ടാണ് ഓർത്തിരിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്. സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ഗുഡ് കോൺസെൻട്രേഷൻ ഓഫ് വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ബട്ടറിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മിങ് ഓൺ ടു ലാസ്റ്റ് ടെസ്റ്റാണ് ആസിഡ് നമ്പർ. അപ്പോൾ ഇറ്റ് ഇസ് ഡിഫൈൻഡ് എസ് നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് KOH റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ഫ്രീ ഫാറ്റി ആസിഡ് പ്രസൻറ്റ് ഇൻ 1 gram ഓഫ് ഫാറ്റ് ഓർ ഓയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആസിഡാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ റിഫൈൻഡ് ഓയിൽസ് ആണ് മെയിൻലി. ഇപ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ആസിഡ് നമ്പർ ടെസ്റ്റ് ചെയ്യുക. ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫ്രീ ഫ്രം എനി ഫ്രീ ഫാറ്റി ആസിഡ്സ് നിന്ന് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആസിഡ് നമ്പർ വളരെ ലോ ആയിരിക്കും ഇൻ കേസ് ഓഫ് ഫ്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ. അപ്പോൾ മറ്റേ സാപ്പോണിഫിക്കേഷനിലും അതുപോലെ തന്നെ RM നമ്പറിലൊക്കെ നമ്മൾ ഉപയോഗിച്ചത് ആൽക്കലി ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് ടെസ്റ്റ് ഐഡിൻ നമ്പറിൽ നമ്മൾ ഉപയോഗിച്ചത് ഐഡിൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആസിഡ് നമ്പറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മില്ലിഗ്രാംസ് ഓഫ് KOH ആണ്. ഓക്കെ, അപ്പോൾ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ഫ്രീ ഫാറ്റി ആസിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആസിഡ് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് മില്ലിഗ്രാംസ് ഓഫ് KOH ആണ്, ദോ ഇറ്റ് ഇസ് എൻ ആൽക്കലി. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലിപ്പിഡ്സ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? കോംപ്ലെക്സ് ആയിട്ടുള്ള ലിപ്പിഡ്സ്. കോംപ്ലെക്സ് ആയിട്ടുള്ള ലിപ്പിഡ്സ് ആരാ? ഞാൻ പറഞ്ഞു ഫോസ്ഫോറിക് ആസിഡും കൂടെ വരുമ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും അതിൻ്റെ കൂട്ടത്തിൽ ഫോസ്ഫോറിക് ആസിഡ് വരുവാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫോ ലിപ്പിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോസ്ഫോ ലിപ്പിഡ്സ് കണ്ടെയ്ൻ ഫോസ്ഫോറിക് ആസിഡ് ഇൻ അഡീഷൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് നൈട്രജൻ ബേസ് ആൻഡ് ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള ഫോസ്ഫോ ലിപ്പിഡ്സ് ഉണ്ട്, അത് ഓർത്തിരിക്കണം. ഗ്ലിസറോ ഫോസ്ഫോ ലിപ്പിഡ്സും സ്പിഞ്ചോ ഫോസ്ഫോ ലിപ്പിഡ്സും. ഓക്കെ, അപ്പോൾ ഗ്ലിസറോ എന്ന് പറയുമ്പോൾ അവരിലുള്ള ആൽക്കഹോൾ ഗ്ലിസറോളാണ്, വേറെ സ്പിഞ്ചോ എന്ന് പറയുമ്പോൾ അവരിലുള്ള ആൽക്കഹോൾ സ്പിഞ്ചോസിൻ ആണ്. ഓക്കെ, അത്രേ ഡിഫറൻസ് ഉള്ളൂ. കമ്മിങ് ഓൺ ടു ഫോസ്ഫോലിപ്പിഡ്സ്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് ആസിഡാണ്, അപ്പോൾ അതിൻ്റെ ബേസ് ഏത് ആൽക്കഹോളാണ്, അതിൻ്റെ ബേസിൽ നമുക്ക് ഇവരെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗ്ലിസറോൾ ആണെങ്കിൽ ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്, അതുപോലെ തന്നെ സ്പിഞ്ചോസിൻ ആണെങ്കിൽ സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡ്. ഇനി ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സിലും അതുപോലെ തന്നെ സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡ്സിലെയും എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്കി. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് MCQ മാത്രമേ ഞാൻ സ്ട്രെസ് ചെയ്യുന്നുള്ളൂ. ഫോസ്ഫാറ്റിഡിക് ആസിഡ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് ആണ്, അതാണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് MCQ ആണ്, സിംപ്ലസ്റ്റ് ഫോസ്ഫോലിപ്പിഡ് ഏതാണ്? ഫോസ്ഫാറ്റിഡിക് ആസിഡാണ്. ഓക്കെ, ഇനി എന്താണ് ലെസിത്തൻസ്? നമ്മുടെ ലങ്സിൽ രണ്ട് ലങ്സിൻ്റെ 2 സൈഡും, അതായത് ഈ 2 സൈഡും നമ്മൾ ഒട്ടിപ്പിടിക്കരുത്. ഓക്കെ, സർഫസ് ടെൻഷൻ മൂലം ഒട്ടിപ്പിടിക്കാൻ പാടില്ല ലങ്സിൻ്റെ സൈഡുകൾ. അപ്പോൾ അതൊരു ബലൂണ് മാതിരിയാണ്. അപ്പോൾ ബലൂണ് വീർക്കാണ്ടിരിക്കുമ്പോൾ
അതിൻ്റെ എല്ലാ സൈഡുകളും തമ്മിലൊരു കോൺടാക്റ്റ് ഉണ്ട് അല്ലേ, ചുങ്ങിയിരിക്കുമ്പോൾ. വേറെ ബലൂൺ വീർത്ത് കഴിഞ്ഞാൽ സർഫസുകൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ല. ഓക്കെ, അവർ തമ്മിൽ ഒരു ഗ്യാപ്പ് പോലെയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ലങ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ഫാറ്റിക് ആസിഡ്സ് ആണ് ലെസിത്തിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ലെസിത്തിൻസ് ആബ്സെൻ്റ് ആണെങ്കിൽ, നമ്മുടെ കുട്ടികളിൽ നമ്മൾ ജനിക്കുമ്പോൾ ഈ ലെസിത്തിൻസ് ലങ്സിൽ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന സിൻഡ്രോമിൻ്റെ പേരാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. കാരണം എന്താ വെച്ചാൽ ഈ ലങ്സുകൾ തമ്മിൽ സർഫസ് ടെൻഷൻ, ഡ്യൂ ടു സർഫസ് ടെൻഷൻ കാരണം അവർ തമ്മിൽ അഡിയർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അപ്പോൾ അത് അറ്റാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പെർട്ടിക്കുലർ ഫാറ്റി ആസിഡ് ഉള്ളത്. അപ്പോൾ ലെസിത്തിൻസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം, നമുക്ക് ഉണ്ടാവുന്ന ഡിസോർഡറാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അപ്പോൾ ആ ലെസിത്തിൻ, നമ്മുടെ ലങ്സിലുള്ള ലെസിത്തിൻ്റെ പേരാണ് ഡൈപാൽമിറ്റോയിൽ ലെസിത്തിൻ. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് MCQ ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ഡൈപാൽമിറ്റോയിൽ ലെസിത്തിൻ. ഓക്കെ, ലങ്സിലുള്ള ലെസിത്തിനാണ് ഡൈപാൽമിറ്റോയിൽ ലെസിത്തിൻ. അപ്പോൾ ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ അഡിയറൻസ് ഓഫ് ഇന്നർ സർഫസ് ഓഫ് ദ ലങ്സിൽ തമ്മിൽ അഡിയർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അതാണ് ലെസിത്തിൻസ്. അപ്പോൾ ഡൈപാൽമിറ്റോയിൽ ലെസിത്തിൻ ഓർക്കുക. അതിൻ്റെ ആബ്സെൻസ് കോസസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ അതർ ഫോസ്ഫോലിപ്പിഡ്സ് ആണ് സെഫാലിൻസ്, ഫോസ്ഫിഡൈൽ ഇനോസിറ്റോൾ, ഫോസ്ഫാറ്റിഡൈൽ സെറീൻ, പ്ലാസ്മലോജനൻ, കാർഡിയോലിപ്പിൻ. അപ്പോൾ കാർഡിയോലിപ്പിൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാർഡിയോലിപ്പിൻ ഉള്ളത് നമ്മുടെ ഹാർട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഹാർട്ടിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫാറ്റി ആസിഡാണ് കാർഡിയോലിപ്പിൻ. ഓക്കെ, ഫോസ്ഫോലിപ്പിഡാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ വിത്തിൻ ദ ഹാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ്. ഓൺലി ഫോസ്ഫോഗ്ലിസറൈഡ് ദാറ്റ് പോസസ് ആൻറ്റിജനിക് പ്രോപ്പർട്ടി എന്ന് ചോദിക്കുവാണെങ്കിൽ കാർഡിയോലിപ്പിൻ ആണ്. അപ്പോൾ ആൻറ്റിജനിക് പ്രോപ്പർട്ടി ഉള്ള ഒരേ ഒരു ഫോസ്ഫോഗ്ലിസറൈഡ് ഫോസ്ഫോലിപ്പിഡിൻ്റെ അതർ പേരാണ് ഫോസ്ഫോഗ്ലിസറൈഡ്. രണ്ടും അങ്ങോട്ട് ഇടും, തരത്തിരിച്ച് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഓൺലി ഫോസ്ഫോലിപ്പിഡ് വിത്ത് ആൻറ്റിജനിക് പ്രോപ്പർട്ടിയാണ് കാർഡിയോലിപ്പിൻ, പ്രസൻറ്റ് ഇൻ ഹാർട്ടാണ്. ലങ്സിലുള്ളത് ഏതാണ്? ലെസിത്തിൻ ആണ്, ഡൈപാൽമിറ്റോയിൽ ലെസിത്തിൻ. പിന്നെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ് ഏതാണ്? ഫോസ്ഫാറ്റിഡിക് ആസിഡ് ആണ്. ഇനി സ്പിഞ്ചോസിൻ ആണ് മെയിനായിട്ടുള്ള ആൽക്കഹോളെങ്കിൽ വരുന്ന ലിപ്പിഡ്സ് ആണ് സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് സ്പിഞ്ചോമൈലിൻസ്. അപ്പോൾ അവിടെ സ്പിഞ്ചോസിൻ ബൈ ആൻ അമൈഡ് ലിങ്കേജ് ആണ് ടു എ ഫാറ്റി ആസിഡ് ടു പ്രൊഡ്യൂസ് സെറാമൈഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് സെറാമൈഡ് എന്ന് ഇമ്പോർട്ടൻ്റ് ആണ് MCQ ആണ്. സെറാമൈഡ് എന്ന് പറയുന്നത് ഈ സ്പിഞ്ചോസിൻ ഒരു അമൈഡ് വഴി ലിങ്ക് ചെയ്യാണ് ഈ ഫാറ്റി ആസിഡുമായിട്ട്. അപ്പോൾ അങ്ങനെ ലിങ്ക് വരുമ്പോൾ അതിന് പറയുന്ന പേരാണ് സെറാമൈഡ്. ഓക്കെ, സെറാമൈഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സെറാമൈഡ് ഇസ് ആക്ച്വലി ഫോസ്ഫോലിപ്പിഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ഓർക്കാം കേട്ടോ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇത്രയും പറഞ്ഞു ഞാൻ ഫോസ്ഫോലിപ്പിഡ്സ് ഏതൊക്കെയാണ്. അപ്പോൾ അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. സ്ട്രക്ചറൽ കോമ്പണൻസ് ആണ് മെംബ്രെയിൻസിൽ, അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലുണ്ട്. കാർഡിയോലിപ്പിൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവർ അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റിനെ ഹെൽപ്പ് ചെയ്യും ഫ്രം ഇൻറ്റസ്റ്റൈനിന്, ട്രാൻസ്പോർട്ട് ഓഫ് ലിപ്പിഡ്സിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവർ ഫാറ്റി ലിവർ ഫോം ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ലിവറിൽ ഫാറ്റി ലിവർ ഫോം ചെയ്യാന്ന് പറയില്ലേ, അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഫോസ്ഫോലിപ്പിഡ്സിനാണ് ലിപ്പോട്രോപിക് ഫാക്ടേഴ്സ് എന്നാണ് വിളിക്കുക അവർ. ലിപ്പോട്രോപിക് ഫാക്ടേഴ്സ് ദേ പ്രിവെൻറ്റ് ഫാറ്റി ലിവർ ഫോർമേഷൻ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഒരു സെമി എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഫാറ്റി ആസിഡാണ് അറാക്കൈഡോണിക് ആസിഡ് അല്ലേ. അപ്പോൾ അറാക്കൈഡോണിക് ആസിഡ് സെർവ് ആസ് എ പ്രിക്കേഴ്സർ ഫോർ സിന്തസിസ് ഓഫ് ഇക്കോസൊണൈറ്റ്സ്. ഓക്കെ, ഇക്കോസൊണൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അവരുടെ പ്രിക്കേഴ്സറാണ് ഈ സെമി എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ആയിട്ടുള്ള അറാക്കൈഡോണിക് ആസിഡ്. ഓക്കെ, അത് ഓർക്കുക. അതുപോലെ തന്നെ ഈ ഫോസ്ഫോലിപ്പിഡ്സ് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ റിവേഴ്സ് ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യും. റിമൂവിങ് കൊളസ്ട്രോൾ, നമ്മുടെ എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഫോസ്ഫോലിപ്പിഡ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവർ ലങ്സിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡൈപാൽമിറ്റോയിൽ ലെസിത്തിൻ ലങ്സിലുണ്ട്. അപ്പോൾ അവർ സർഫസ് ടെൻഷൻ ലോവർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലങ്സിൻ്റെ അഡിയറൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും അഡിയറൻസ്. അപ്പോൾ അങ്ങനെ നമുക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം വരുന്നത് തടയും. ഓക്കെ, പിന്നെ സെഫാലിൻസ് അവർ പാർട്ടിസിപ്പേറ്റ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് കേട്ടോ. സെഫാലിൻസ് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ്. എല്ലാം തന്നെ റെഡിൽ കൊടുത്തിട്ടുള്ളതൊക്കെ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ സ്ട്രക്ചറൽ കോമ്പണൻസ് അറാക്കൈഡോണിക് ആസിഡ് സെർവ് ആസ് പ്രീകഴ്സർ ഫോർ സിന്തസിസ് ഓഫ് ഇക്കോസൊണൈറ്റ്സ്. ദേ റിവേഴ്സ് കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഡൈപാൽമിറ്റോയിൽ ലെസിത്തിൻ ഓർക്കുക, സെഫാലിൻസ് ഓർക്കുക. കമ്മിങ് ഓൺ ടു ഗ്ലൈക്കോലിപ്പിഡ്സ്. അപ്പോൾ ഞാൻ ഫോസ്ഫോലിപ്പിഡ്സ് പറഞ്ഞു. അപ്പോൾ അവിടെ ആരായിരുന്നു? ഫോസ്ഫോറിക് ആസിഡ് ആയിരുന്നു. അപ്പോൾ ഇനി ഇവിടെ വരുന്നത് മെയിനായിട്ട് നമുക്ക് ഗ്ലൈക്കോജനാണ്. അപ്പോൾ
ലിപ്പിഡ്സ് അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ നോക്കുക, സ്ട്രക്ചർ നോക്കുക, നിങ്ങൾക്ക് അവിടെ ഒരു ആൽക്കഹോൾ കാണാം, അതാണ് സ്പിഞ്ചോസിൻ എന്ന് പറഞ്ഞ ആൽക്കഹോൾ. പിന്നെ നിങ്ങൾക്ക് അവിടെ ആസിഡ് കാണാം, അതാണ് സെറിബ്രോണിക് ആസിഡ്, ഫാറ്റി ആസിഡ്, നമ്മുടെ ഫാറ്റി ആസിഡാണത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെ ആ ഒരു ഫോർമേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് MCQ എന്ന് പറയുന്നത് ദ സെറിബ്രോസ്പൈഡ്സ് ആർ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പിക്ചർ നിങ്ങൾ ഓർക്കുക, സെറിബ്രോസൈഡ്സ് ആണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ്. അപ്പോൾ മെയിനായിട്ട് അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സിൽ സിംപ്ലസ്റ്റ് ഏതായിരുന്നു? ഫോസ്ഫോട്ടിഡിക് ആസിഡ് ആയിരുന്നു. വെറാസ് ഗ്ലൈക്കോലിപ്പിഡ്സിൽ സിംപ്ലസ്റ്റ് ഏതാണ്? സെറിബ്രോസൈഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദേ കണ്ടെയ്ൻ എന്താണ്? അപ്പോൾ ഈ പിക്ചറിൽ ഗലക്ടോസെറിൽ സെറാമൈഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗലക്ടോസെറോബ്രോസ്പൈഡിൽ മെയിനായിട്ട് അവിടെ വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് R=H ആണ് വരുന്നത് അവിടെ. അപ്പോൾ ഈ R സൾഫാറ്റൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൾഫ ഗലക്ടോസെറിൽ സെറാമൈഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഗ്ലൈക്കോലിപ്പിഡ്സിൽ സിംപ്ലസ്റ്റ് ഫോം സെറിബ്രോസൈഡ്സ് ആണ്, അതിൻ്റെ സ്ട്രക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഗലക്ടോസെറോബ്രോസ്പൈഡ് ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലൈക്കോലിപ്പിഡാണ്. അപ്പോൾ അതിൽ R എന്ന് പറയുന്ന സ്ട്രക്ചർ, ആ പിക്ചറിൽ R കൊടുത്തിട്ടില്ലേ ബ്ലൂ കളറിൽ, അപ്പോൾ അവിടെ സൾഫൈറ്റൽ ഗ്രൂപ്പ് വരാണെങ്കിൽ സൾഫ ഗലക്ടോസെറിൽ സെറാമൈഡ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലൈക്കോലിപ്പിഡാണ് ഗാംഗ്ലിയോസൈഡ്സ്. അപ്പോൾ ദേ ആർ ഡെറിവേറ്റീവ്സ് ഓഫ് സെറിബ്രോസൈഡ്സ്. അപ്പോൾ ഇതേ സെറിബ്രോസ്പൈഡ്സിന് വരുന്ന ഡെറിവേറ്റീവാണ് ഗാംഗ്ലിയോസൈഡ്സ്. അപ്പോൾ ദേ കണ്ടെയ്ൻ 1 or more മോളിക്യൂൾസ് ഓഫ് N-acetyl ന്യൂറാമിനിക് ആസിഡ് ആണ്, വിച്ച് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാലിസിലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഗാംഗ്ലിയോസൈഡ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ്സ് സെറിബ്രോസ്പൈഡ്സ് ആണ് കേട്ടോ. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ അത്, പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കമ്മിങ് ഓൺ ടു ലിപ്പോ പ്രോട്ടീൻസ്. അപ്പോൾ ഇവിടെ പ്രോട്ടീനും കൂടെ കോൺജുഗേഷനിൽ വരുമ്പോൾ, ഓക്കെ, അപ്പോൾ ഫാറ്റി ആസിഡും ആൽക്കഹോളും അതിൻ്റെ കൂട്ടത്തിൽ പ്രോട്ടീനും കൂടെ വരുമ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ലിപ്പോ പ്രോട്ടീൻസ്. കോംപ്ലക്സ് ഓഫ് ലിപ്പിഡ് വിത്ത് പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ലിപ്പോ പ്രോട്ടീൻസ് ആക്ച്വലി ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ നമ്മൾ ലിപ്പിഡ്സിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു അവർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ വെഹിക്കിളാണ്. ഓക്കെ, ഓരോന്നും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ്, ഓരോ കോമ്പണൻസ് നമ്മുടെ ബോഡിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ലിപ്പോ പ്രോട്ടീൻസ്. അപ്പോൾ 5 ടൈപ്സ് ഓഫ് ലിപ്പോ പ്രോട്ടീൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. കൈലോ മൈക്രോൺസ്. ഓക്കെ, ആ പിക്ചറിൽ നോക്കുക നിങ്ങൾ, അവിടെ കൈലോ ഇൻറ്റസ്റ്റൈനിൻ്റെ പിക്ചർ ഉണ്ട്, ഡയറ്ററി ഫാറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ബർഗറിൻ്റെ പിക്ചർ കണ്ടില്ലേ, അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഡയറ്ററി ഫാറ്റ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ദേ വിൽ ബി കൺവേർട്ടഡ് ടു കൈലോ മൈക്രോൺസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. ഓക്കെ, അപ്പോൾ ലിപ്പോ പ്രോട്ടീൻസ് അപ്പോൾ അവർ ട്രാൻസ്പോർട്ടഡ് ആയി ആൻഡ് ദ ഗെറ്റിംഗ് ട്രാൻസ്പോർട്ടഡ് ടു അഡിപ്പോസ് ടിഷ്യൂ ആൻഡ് മസിലേക്ക് ട്രാൻസ്പോർട്ടഡ് ആവുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫോം ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫോം ചെയ്യുന്നതാണ് CMR ഫോം ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് ഉണ്ട്, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് ഉണ്ട്, വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ആക്ച്വലി ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ഇനി ഡിറൈവ്ഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ്. അപ്പോൾ ഡിറൈവ്ഡ്, അപ്പോൾ സിമ്പിൾ കഴിഞ്ഞു, കോംപ്ലക്സ് ആയിട്ടുള്ള ലിപ്പിഡ്സ് കഴിഞ്ഞു, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിറൈവ്ഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ്. അപ്പോൾ ഡിറൈവ്ഡ് ആയിട്ടുള്ള ലിപ്പിഡ്സിൽ നമ്മൾ പഠിക്കുന്ന മെയിൻ ആളാണ് സ്റ്റിറോയിഡ്സ്. അപ്പോൾ സ്റ്റിറോയിഡ്സ് എന്താണ്? ദേ ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് സ്റ്റിറോയിഡ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഡിറൈവ് ചെയ്ത്, അപ്പോൾ സിമ്പിളും കോംപ്ലക്സ് ലിപ്പിഡ്സിന് ഡിറൈവ് ചെയ്ത് വരുന്നവരാണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. അപ്പോൾ അതിൽ എക്സാമ്പിളാണ് സ്റ്റിറോയിഡ്സ് കേട്ടോ. അപ്പോൾ സ്റ്റിറോയിഡ്സിൽ തന്നെ എക്സാമ്പിളാണ് കൊളസ്ട്രോൾ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എന്താണ് കൊളസ്ട്രോൾ എന്ന്. കൊളസ്ട്രോൾ ഇസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡ് തന്നെയാണ്. ഓക്കെ, ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡാണ്, ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡാണ് കൊളസ്ട്രോൾ. അപ്പോൾ അതാണ് ആ സൈഡിൽ ഞാൻ പിക്ചർ കൊടുത്തിട്ടുള്ളത്. സ്റ്റിറോയിഡ് ന്യൂക്ലിയസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്റ്റിറോയിഡ് ന്യൂക്ലിയസ് ഉള്ള സബ്സ്റ്റൻസുകളെല്ലാം തന്നെ സ്റ്റിറോയിഡ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റിറോയിഡ് ന്യൂക്ലിയസ് അടങ്ങിയിട്ടുള്ള കോമ്പോണൻ്റാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ മാത്രമല്ല, ബൈൽ ആസിഡ്സ്, വൈറ്റമിൻ ഡി, സെക്സ് ഹോർമോൺസ്, മെയിൻലി ടെസ്റ്റോസ്റ്റിറോണൊക്കെ, അഡ്രിനോകോർട്ടിക്കൽ ഹോർമോൺസ്, അതുപോലെ തന്നെ കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ്, ആൽക്കലോയിഡ്സ് എല്ലാം തന്നെ കൊളസ്ട്രോൾ അടക്കം എല്ലാം തന്നെ ഡിറൈവ്ഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ് ആണ്. ഓക്കെ, സ്റ്റിറോയിഡ്സ് ആണ് അവർ. ഓക്കെ, അപ്പോൾ അവരിൽ മോർ ദാൻ 1 or more ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് സ്റ്റിറോൾ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ പിക്ചറിൽ നിങ്ങൾ നോക്കുക, കൊളസ്ട്രോൾ കണ്ടില്ലേ, ആ കൊളസ്ട്രോളിൽ ഒരു OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ കൊളസ്ട്രോൾ നോർമലി ഒരു കൊളസ്ട്രോളിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പേ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, പക്ഷേ ഒന്നിൽ കൂടുതൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേര് സ്റ്റിറോൾ എന്നാണ്. ഓക്കെ, സ്റ്റിറോൾ എന്നാണ് വിളിക്കുക.
ഓക്കെ, മീൻസ് സോളിഡ് ആൽക്കഹോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, കാർബൺ 5ഉം കാർബൺ 6ഉം. കൊളസ്ട്രോളിൻ്റെ പിക്ചറിൽ തന്നെ കാർബൺ 5 ആണ്, 5 6ൻ്റെ അവിടെ 2 വര കണ്ടില്ലേ, അതാണ് ഡബിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവർ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പോൾ സ്റ്റിറോയിഡിലൊരു ടൈപ്പാണ് കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ ആരാണ് മെയിനായിട്ട് എവിടെയാണ് കാണുന്നത്? ആനിമൽസിൽ മാത്രമേ ഉള്ളൂ, പ്ലാന്റ്സിലില്ല. സോ പ്ലാന്റ്സിൽ വരുന്ന കൊളസ്ട്രോളിനെ വിളിക്കുന്ന പേരാണ് എർഗോസ്റ്റിറോൾ എന്നാണ് വിളിക്കുക. ഓക്കെ, സ്റ്റിറോയിഡിന്. ആനിമൽസിൽ മാത്രം കാണുന്നവരെയാണ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുക. അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് പ്ലാന്റ്സിൽ കാണുന്നവരെയാണ് എർഗോസ്റ്റിറോൾ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഫങ്ഷൻസ് ഓഫ് കൊളസ്ട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ് MCQ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം, ഓക്കെ, ഇറ്റ്സ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റും ഇലക്ട്രിസിറ്റിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഹീറ്റും കണ്ടക്ട് ചെയ്യില്ല, ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ നെർവ്സിനൊക്കെ ചുറ്റും ഒരു കോട്ടിങ് പോലെ എല്ലാ ഭാഗത്തും ഉള്ള സബ്സ്റ്റൻസ് ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയില്ലേ കൊളസ്ട്രോൾ ലെവൽ കൂടി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ധാരാളം ഫാറ്റുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ആവും, നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആവുന്ന കൊളസ്ട്രോൾ ധാരാളമായിട്ട് അബണ്ടൻ്റ് ആവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ആവശ്യത്തിന് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഫാറ്റ് കഴിക്കേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മുടെ ഈ നെർവ്സിൻ്റെ ചുറ്റിനും ഒരു ഇൻസുലേറ്റിംഗ് കവർ മാതിരി കൊടുത്തിട്ടുള്ളത് കൊളസ്ട്രോളാണ്. പക്ഷെ നമ്മൾ അബണ്ടൻ്റ് ആയിട്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ബ്ലഡിൽ, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിലൊക്കെ ഡെപ്പോസിറ്റ് ആവും കൊളസ്ട്രോൾ. അത് പിന്നെ നമ്മുടെ ബ്ലോക്കുകൾ ഉണ്ടാക്കും ബ്ലഡ് വെസൽസിൽ, അതെറോസ്ക്ലീറോസിസും, അതുപോലെ തന്നെ നമുക്ക് കാർഡിയക് ഫെയിലിയറൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊളസ്ട്രോൾ കണ്ടൻറ്റ് എപ്പോഴും പ്രോപ്പർ ആയിരിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് കൊളസ്ട്രോൾ ആക്ച്വലി ഇറ്റ് ഇസ് ആക്ടിങ് ആസ്, അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് കവറാണ്. ഓക്കെ, അപ്പം നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ച് ചുറ്റില്ലേ, നമ്മൾ സാധാരണ കറണ്ട് അടിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സാധാരണ ഇപ്പം ഞാനൊക്കെ മോനുണ്ടെങ്കിൽ അപ്പോൾ പ്ലഗ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലഗ് പോയിൻറ്റ്സിൻ്റെ അവിടെയൊക്കെ അവൻ കൈയിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നമ്മൾ അത് കവർ ചെയ്യും. അപ്പോൾ ആ ഇൻസുലേഷൻ ടേപ്പ് മാതിരിയാണ് ഈ നെർവ്സിന് കൊളസ്ട്രോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റോൾ ഇൻ മെംബ്രെയിൻ സ്ട്രക്ചറിൽ അതുപോലെ തന്നെ ഫംഗ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ സിന്തസിസ് ഓഫ് ബൈൽ ആസിഡ്സ്, ഹോർമോൺസ്, എസ്പെഷ്യലി സെക്സ് ഹോർമോൺസ്, ടെസ്റ്റസ്റ്ററോൺ, ആണുങ്ങളിൽ ടെസ്റ്റസ്റ്ററോൺ ഉണ്ടാക്കാൻ ഒക്കെ കൊളസ്ട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ സിന്തസിസിനൊക്കെ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി സിന്തസിസ് ആവും ഇല്ലേ, അപ്പോൾ അതിനൊക്കെ കൊളസ്ട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഫങ്ഷൻസ് ഓഫ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇതേ കോമ്പണൻറ്റ് പ്ലാന്റ്സിലുണ്ടെങ്കിൽ അത് വിളിക്കുന്ന പേരാണ് എർഗോസ്റ്റിറോൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദേ ആർ ആക്ച്വലി പ്ലാന്റ്സിൽ ഇമ്പോർട്ടൻറ്റ് പ്രിക്കേഴ്സർ ഓഫ് വൈറ്റമിൻ ഡി ആണ് എർഗോസ്റ്റിറോൾ. ഓക്കെ, അപ്പോൾ ആനിമൽസിൽ ഉള്ള പോലെ തന്നെ പ്ലാന്റ്സിൽ ഉള്ളതാണ് എർഗോസ്റ്റിറോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർക്കുക, കൊളസ്ട്രോൾ എക്സ്ക്ലൂസീവ്ലി ഇൻ ആനിമൽസ് ആണ്, അവരുടെ മെയിൻ ഫങ്ഷൻ ഇതാണ്. കമ്മിങ് ഓൺ ടു ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്നത്തെ, അതാണ് ആംഫിഫാറ്റിക് ലിപ്പിഡ്സ്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോസ്റ്റ് ഓഫ് ദി ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്. ഫാറ്റ് എന്താ പറയുന്നത്, വിത്ത് വാട്ടർ ഐ എം നോട്ട്, എന്താണ് വിത്ത് വാട്ടർ ഞാൻ തൊടയില്ല എന്നാണ് പറയുന്നത്, ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന പറയുന്നത്, തുടക്കത്തിലേ പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം എണ്ണ അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ്റുള്ള എന്ത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് 2 ലെയറായിട്ട് നിൽക്കും. അപ്പോൾ വിത്ത് വാട്ടർ ഐ സേ ടച്ച് മീ നോട്ട് എന്നാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഫാറ്റി ആസിഡ്സിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അവർ ഹൈഡ്രോഫോബിക് ആണ്. പക്ഷെ ചില ഫാറ്റി ആസിഡ്സ് ബോത്ത് ഹൈഡ്രോഫോബിക്കുമാണ് ഹൈഡ്രോഫിലിക്കുമാണ്. ഓക്കെ, ചിലർ അവരെയാണ് ആംഫിഫാറ്റിക് ലിപ്പിഡ്സ് എന്ന് പറയുക. എല്ലാവരും അല്ല, മെജോറിറ്റി ഹൈഡ്രോഫോബിക് ആണ്, പക്ഷെ ചിലർ മാത്രം ആംഫിഫാറ്റിക് ആണ്. ആംഫിഫാറ്റിക് എന്ന് പറയുന്നത് ബോത്ത് ഹൈഡ്രോഫോബിക്കുമാണ് ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ്സും ഉണ്ട് അവരിൽ. ഓക്കെ, അപ്പോൾ അവരെയാണ് ആംഫിഫാറ്റിക് എന്ന് പറയുക. ഇനി നിങ്ങൾ ആ പിക്ചർ നോക്കുക. ആ പിക്ചറിൽ ആംഫിഫാറ്റിക് ലിപ്പിഡിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് പറഞ്ഞത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡ് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഭാഗവും ഒരു സൈഡ് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ പോളാർ എൻഡ് കൊടുത്തിട്ടുള്ളതാണ് വെള്ളത്തിനോട് ഇഷ്ടമുള്ളവർ, പോളാർ എൻഡ്. ഓക്കെ, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഭാഗം. വെറസ് നോൺ പോളാർ ടീയിലാണ് ഹൈഡ്രോഫോബിക്, അവർക്ക് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്, ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ ഭാഗമാണ് നോൺ പോളാർ ടീൽ ഭാഗം ഓഫ് ദിസ് പെർട്ടിക്കുലർ ലിപ്പിഡ്. അപ്പോൾ ഇനി ഇവരെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, ഈ ഫാറ്റി ആസിഡിനെ എടുത്തിട്ട് നമ്മൾ ലിപ്പിഡിനെ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു പോർഷൻ വെള്ളത്തിനോട് എഗെയിൻസ്റ്റ് ആണ് അല്ലേ, ഹൈഡ്രോഫോബിക് ആണ്, നോൺ പോളാറിറ്റി. അവരെല്ലാവരും നടുവിലേക്ക് വരും. അതുപോലെ തന്നെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളവർ വെള്ളത്തിനോട് ജോയിൻ ചെയ്ത് നിൽക്കും, പുറത്തേക്ക് ഔട്ട്വേർഡായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ അത് ആ വരുന്ന സ്ട്രക്ചറിനാണ് മിഷെല്ലി സ്ട്രക്ചർ എന്നാണ് വിളിക്കുക, മിഷെല്ലി ഫോർമേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ എക്വസ് ഫേസിൽ വെള്ളത്തിൽ ഈ പെർട്ടിക്കുലർ ഓയിലിന് നമ്മൾ അല്ലെങ്കിൽ ഈ ഫാറ്റിന് നമ്മൾ ഇടുകയാണെങ്കിൽ ദേ വിൽ ബി
ഇങ്ങനെയായിരിക്കും നിൽക്കുക. അതായത് ഒരു ഭാഗം ഹൈഡ്രോഫോബിക്കും ഒരു ഭാഗം ഹൈഡ്രോഫിലിക് ആയിട്ടാണ് നിൽക്കുക. അതിനാണ് മിഷെല്ലി എന്ന് വിളിക്കുക. MICELLE. ഓക്കെ, മിഷെല്ലി. ഓക്കെ, അപ്പോൾ ഇതാണ് ആംഫിഫാറ്റിക് ലിപ്പിഡ്സ്. അപ്പോൾ ആംഫിഫാറ്റിക് ലിപ്പിഡ്സ് ചില ലിപ്പിഡ്സ് മാത്രം. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ചില കൊളസ്ട്രോൾസ്, ഓക്കെ, എല്ലാ കൊളസ്ട്രോളും അല്ല, ചില കൊളസ്ട്രോൾസ്, അതുപോലെ തന്നെ ചില ഫോസ്ഫോലിപ്പിഡ്സ്, സ്പിഞ്ചോ ലിപ്പിഡ്സ്, ചില ബൈൽ സോൾട്ടുകൾ ഒക്കെയാണ് ആംഫിഫാറ്റിക് ലിപ്പിഡ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അല്ല, ചിലർ മാത്രം. ഓക്കെ, അപ്പോൾ ആംഫിഫാറ്റിക് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ MCQയിൽ കാണാറുണ്ട്. മിഷെല്ലി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആംഫിഫാറ്റിക് ലിപ്പിഡ്സ് വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ എക്വ സ്പേസിൽ മിക്സ് ചെയ്യുമ്പം 2 ഹെഡ് വരും, പോളാർ ഗ്രൂപ്പും നോൺ പോളാർ ഗ്രൂപ്പും. അപ്പോൾ അതിൽ ഏതാണ് ഹൈഡ്രോഫോബിക് ഏതാണ് ഹൈഡ്രോഫിലിക് എന്നാണ് MCക്ക് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോൺ പോളാർ എൻഡാണ് ഹൈഡ്രോഫോബിക്. ഓക്കെ, ഹൈഡ്രോഫോബിക്. വെറസ് ഹൈഡ്രോഫിലിക് ആയിട്ട് വരുന്ന ഇതാ പോളാർ എൻഡാണ്. പോളാർ എൻഡാണ് ഹൈഡ്രോഫിലിക്. ആ വട്ടം റെഡ് വരുന്നതാണ് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഭാഗം, അത് പോളാർ എൻഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത് ഇൻ കേസ് ഓഫ് ബേസിക് ആയിട്ടുള്ള പാർട്ട് 1 ലിപ്പിഡ്സിൻ്റെ മെറ്റബോളിസം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ജസ്റ്റ് ഒന്ന് ഞാൻ സമ്മറി പറയാം. ലിപ്പിഡ് മെറ്റബോളിസത്തിൽ നമ്മൾ മെയിനായിട്ട് ഫാറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? സിമ്പിൾ, കോംപ്ലെക്സ്, ഡിറൈവ്ഡ്, അതുപോലെ തന്നെ മിസ്സലേനിയസ് എന്നാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളത് ഫാറ്റും ഓയിലും വാക്സസ് ഒക്കെയാണ്. അപ്പോൾ കോംപ്ലെക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോസ്ഫോറിക് ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഫോസ്ഫോലിപ്പിഡ്, ഇപ്പോൾ ഗ്ലൈക്കോജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡ്, പ്രോട്ടീൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ലിപ്പോപ്രോട്ടീൻ. അങ്ങനെ ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. സിമ്പിളിൽ നിന്നും കോംപ്ലെക്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നവരാണ് ഡിറൈവ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ലിപ്പിഡ്സ്. അപ്പോൾ അതിൽ വരുന്നതാണ് മെയിനായിട്ട് സ്റ്റിറോയിഡ്സ്, കൊളസ്ട്രോളൊക്കെ വരുന്നത്. ഇനി നമ്മൾ ഫങ്ഷൻസ് പഠിച്ചു ലിപ്പിഡ്സിൻ്റെ. അപ്പോൾ അവർ എനർജി സോഴ്സാണ്, മെംബ്രെയിൻ ഫോം ചെയ്യാൻ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്, ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ഉണ്ടാക്കാൻ. ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ A, D, E, K, അത് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫാറ്റി ആസിഡ്സിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു നമ്മൾ. അവർ മെയിനായിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, RCOOH ആണ്. അപ്പോൾ ബേസിക് യൂണിറ്റ് ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പോൾ ഓഡും ഈവൺ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഈവൺ എന്ന് പറയുന്നത് എത്ര കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ ഈവൺ നമ്പർ ആണെങ്കിൽ ഈവൺ, ഓഡ് ആണെങ്കിൽ ഓഡ് ഫാറ്റി ആസിഡ്. അപ്പോൾ ഓഡ് ഫാറ്റി ആസിഡിൻ്റെ പേര് ചോദിക്കാറുണ്ട്. പ്രൊപ്യോണിക് ആസിഡ്, വാലറിക് ആസിഡ് ഒക്കെയാണ് ഓഡായിട്ടുള്ള ഫാറ്റി ആസിഡ്സ്. പിന്നെ നമ്മൾ സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് പഠിച്ചു. ഡബിൾ ബോണ്ട് ഓർക്കുക, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആണ്. പിന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഏതാണെന്ന് പഠിച്ചു. എസെൻഷ്യൽ 2 എല്ലുകളാണ് വരുന്നത്, ലിനോലീക്കും ലിനോലെനിക്കും. പിന്നെ സെമി എസെൻഷ്യലാണ് എറാക്കൈഡോണിക് ആസിഡ്. കാരണം അവർ എവിടെ നിന്നാണ് വരുന്നത്? ലിനോലീക്ക് ആസിഡ് എന്നാണ് സിന്തസൈസ് ആവുന്നത്, അതുകൊണ്ടാണ് അവർ സെമി എസെൻഷ്യൽ. പിന്നെ അവരുടെ ഫംഗ്ഷൻ പറഞ്ഞു. പൈറനോഡെർമ, ഡെഫിഷ്യൻസി ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ് പൈറനോഡെർമ. ഞാൻ പറഞ്ഞു ഹോണി പ്രൊജക്ഷൻസ്, ആ പിക്ചർ ഓർക്കുക നിങ്ങൾ. പിന്നെന്താ പറഞ്ഞത് ഞാൻ? ട്രൈ അസൈൽ, ഓരോരോ സിമ്പിൾ ഫാറ്റി ആസിഡ്, അതാണ് നമ്മൾ പറഞ്ഞത് ട്രൈ അസൈൽ ഗ്ലിസറോൾസ്, ഫാറ്റും ഓയിലും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവരുടെ പ്രോപ്പർട്ടീസ് പഠിച്ചു. സാപ്പോണിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. സാപ്പോണിഫിക്കേഷൻ നമ്മൾ ആൽക്കലിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൽക്കലി യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലിസറോളും പിന്നെ എന്താ നമുക്ക് കിട്ടുക? സോപ്പും കിട്ടും. ഓക്കെ, പിന്നെ ഈ ഓയിൽ ഫാറ്റും നാശമായി പോകുന്നതിനെയാണ് റാൻസിഡിറ്റി എന്ന് പറയുക. അപ്പോൾ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ്. പിന്നെ ഈ ഫാറ്റിൻ്റെ ഓയിലിൻ്റെ പ്യൂരിറ്റി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവാൻ നമുക്ക് കരിയർ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ആയിക്കഴിഞ്ഞ് നമ്മൾ 4 ടെസ്റ്റുകളാണ് ചെയ്യുക. ID നമ്പർ ടെസ്റ്റ് ചെയ്യും ഞാൻ, പിന്നെ സാപ്പോണിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യും ഞാൻ, പിന്നെ ബട്ടറിന് വേണ്ടിയിട്ട് ഞാൻ റേക്കാർഡ് മീസൽ നമ്പർ ടെസ്റ്റ് ചെയ്യും, ബട്ടറിൻ്റെ ടെസ്റ്റാണ്. പിന്നെ ആസിഡ് നമ്പർ ചെയ്യും. ഓക്കെ, പിന്നെ ഫോസ്ഫോലിപ്പിഡ്സ് പഠിച്ചു. ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡും സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡും 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ് ഏതാണ്? ഫോസ്ഫാറ്റഡിക് ആസിഡാണ്. പിന്നെ നമ്മുടെ ലങ്സിൽ കാണുന്ന ഏതാണ്? ഡൈപാൽമിറ്റോയിലിസത്തിൻ ആണ്. അതില്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം വരും കുട്ടികൾക്ക്. പിന്നെ ഹാർട്ടിലുള്ളത് ഏതാണ്? കാർഡിയോലിപ്പിനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് പറഞ്ഞു. പിന്നെ ഫങ്ഷൻസിൽ നമ്മൾ അവരുടെ ബേസിക് ആയിട്ടുള്ള എറാക്കൈഡോണിക് ആസിഡിൻ്റെ ഫങ്ഷൻ എന്താ? പ്രിക്കേഴ്സർ ഓഫ് ഇക്വസോണൈറ്റ്സ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ സെഫാലിൻസ് മെയിനായിട്ട് ബ്ലഡ് ക്ലോട്ടിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്. പിന്നെ ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഗ്ലൈക്കോലിപ്പിഡ്സിൽ നമ്മൾ പഠിച്ചത് മെയിനായിട്ട് സെറിബ്രോസൈഡ്സ് ആണ്. ഓക്കെ, സെറിബ്രോസൈഡ്സ് ആണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ്. പിന്നെ ലിപ്പോപ്രോട്ടീൻസ് ആണ് പിന്നെ നമ്മൾ പഠിച്ചത്. ലിപ്പോപ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ലിപ്പോപ്രോട്ടീൻസ്. അപ്പം ഞാൻ ആ ബർഗറിൻ്റെ പിക്ചർ, ബർഗർ കഴിച്ച് കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിൽ വരുന്ന പിക്ചർ ഓർക്കുക നിങ്ങൾ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ട്രാൻസ്പോർട്ട് ആവുന്നത് ഡിഫറെൻറ്റ് മെക്കാനിസം വഴി. കൈലോ മൈക്രോൺസ് ആയിട്ട്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ആയിട്ട്, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ആയിട്ട്, അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ഒക്കെ ആയിട്ടാണ് പല പല ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്.
പിന്നെ ഡിറൈവ്ഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ് പഠിച്ചു. ഡിറൈവ്ഡ് ലിപ്പിഡ്സിൽ സ്റ്റിറോയിഡ്സ് ഓർക്കുക. അപ്പോൾ സ്റ്റിറോയിഡാണ്, വൺ ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡാണ് കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ മെയിനായിട്ട് ഇവിടെ കാണുന്ന ആനിമൽസിലാണ്. ഓക്കെ, പ്ലാന്റ്സിലാണെങ്കിൽ എർഗോസ്റ്റിറോൾ എന്നാണ് വിളിക്കുക. അപ്പോൾ കൊളസ്ട്രോൾ എന്താ ആക്ച്വലി ഒരു ഇൻസുലേഷൻ ടേപ്പ് മാതിരിയാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇൻസുലേഷൻ ടേപ്പ് മാതിരി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ചത് ലാസ്റ്റ് ആംഫിഫാറ്റിക് ലിപ്പിഡ്സ്. ഓക്കെ, ആംഫിഫാറ്റിക് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളാർ എൻഡ് ഉണ്ട്, ഒരു നോൺ പോളാർ എൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോൺ പോളാർ എൻഡാണ് നടുവിലോട്ട് വരുന്നത്. ഓക്കെ, ഹൈഡ്രോഫോബിക്. പോളാർ എൻഡാണ് പുറത്തോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർക്കുക. ഓക്കെ, അപ്പോൾ കീപ് ലേണിംഗ്, നല്ലോണം റിവൈസ് ചെയ്യുക. ബയോകെം ഓർത്തിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് റിവിഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ് ആൻഡ് സക്സസ് വിൽ ഷ്യൂർലി ഫോളോ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.